അസ്സലാമലൈക്കും. ഇന്ന് മോൻ്റെ ഉപ്പയുടെ വീട്ടിലെ നോമ്പ് മുറിയും നോമ്പ് തുറയും. അതായത് നമ്മുടെ കുറച്ച് ബന്ധുക്കളെല്ലാം ആയിട്ടുള്ള ഒരു നോമ്പ് തുറ എല്ലാ വർഷവും നടത്താറുണ്ട്. ഇപ്പോൾ ഈ വർഷവും നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മോൻ്റെ ഉപ്പയുടെ വീട്ടിലേക്ക് പോയി. മഗ്‌രിബായ സമയത്ത് ആദ്യം നമുക്ക് ചായ തിളപ്പിച്ചെടുക്കണമല്ലോ. അപ്പം മധുരമുള്ള ചായയും മധുരം ഇല്ലാത്ത ചായയായിട്ട് ഒരു 5-6 ഫ്ലാസ്ക് ചായ വേണം. അപ്പോൾ ഫ്ലാസ്കും പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ ചായ തിളപ്പിക്കാനിട്ട്. അപ്പോഴാണ് ഇളയപ്പ പറയുന്നത്, എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് പത്തിൽ മതിയെന്ന്. അപ്പോൾ അത് പത്തിൽ വേറെ ചുട്ട് ചായ മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതുമായിട്ടും തിളപ്പിക്കണം. അതിന് കുറച്ച് പണിയാണല്ലോ. അങ്ങനെ ചായ ഓരോന്നോരോന്നായിട്ട് തിളപ്പിച്ചെടുത്ത് പിന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങി. ആദ്യം മധുരം ഇല്ലാത്ത ചായ തിളപ്പിച്ചു, പിന്നെ മധുരമുള്ള ചായ തിളപ്പിച്ചു. അങ്ങനെ ഓരോന്നും ഫ്ലാസ്കിൽ കൂട്ടി വെച്ചു. ആ സമയമാകുമ്പോൾ നമുക്ക് എല്ലാം ആവില്ലല്ലോ. അപ്പം 3 ഫ്ലാസ്ക് ചായ, 3 ഫ്ലാസ്ക് മധുരമില്ലാത്ത ചായ, അങ്ങനെയൊക്കെ ആക്കി വെച്ച് പിന്നെ അമ്മായിമാരും ആൾക്കാരും ഓരോരോ പേര് വരാൻ തുടങ്ങി. എല്ലാവരും അപ്പമായിട്ടാണ് വരുന്നത്. കാരണം അപ്പമൊന്നും ആക്കിയിട്ടില്ല. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെയല്ലാന്ന്. അപ്പം മുറ്റത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ വെക്കുന്നുണ്ട്. ആ നാട്ടിൽ തന്നെ കുറേ നോമ്പ് മുറിയായതുകൊണ്ട് നമുക്ക് ലൈറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം വെള്ളമാക്കാമെന്ന് വെച്ച് അനിയന്മാരെ ഭാര്യയും ഞാനൊക്കെ വെള്ളത്തിൻ്റെ വത്തക്കൊക്കെ മുറിച്ച് വെച്ച്. അപ്പോൾ ഒരനിയൻ്റോട് അപ്പം പൊരിക്കാൻ തന്നു. ഓള് കായടിയും നെഗസ്റ്റും അങ്ങനെ ഓരോന്നോരോന്ന് പൊരിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ചപ്പം പൊരിച്ച് ബാക്കിയൊക്കെ കൊണ്ടുവരുന്നതാണ്. 3 അപ്പം അങ്ങനെ ഓരോരപ്പം പൊരിക്കുന്നുണ്ട്. പന്തൽ മുറ്റത്ത് കെട്ടുന്നുണ്ട്. പന്തലല്ല, ചുറ്റും തുണി വലിച്ച് കെട്ടുന്നുണ്ട്. അപ്പം ചായയൊക്കെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ഫ്ലാസ്കിലാക്കി വെച്ച് നെഗസ്റ്റും ലോലിപ്പോപ്പ് അതൊക്കെ ഇവർ പൊരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അനിയൻ്റെ ഒക്കെ ചെറുനാരങ്ങ പിയാൻ കൊടുത്തു. അതാണെങ്കിൽ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഓളൊക്കെ അതൊക്കെ പീരിന് വെക്കുന്നുണ്ട്. ഒരുത്തി ബത്തക്കൊക്കെ മുറിച്ചിടുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് പാൽപ്പൊടിയും എസൻസും ഒക്കെ ഇട്ട് അവിടെ അത് മുറിച്ച് വെച്ച്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ കിട്ടി അത് വെള്ളമാക്കി കസ്കസൊക്കെ ഇട്ട് വെള്ളമാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന്, അതായത് 10, 70, 80 ആളെ പരിപാടിയാണ്. അപ്പം ചെറുങ്ങനെ പോരല്ലോ. അപ്പോൾ താർപ്പാളൊക്കെ അവർ പിരിച്ച് പന്തലൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴാന്ന് പറഞ്ഞാൽ ഇളനീർ ജ്യൂസും വേണമെന്ന്. അപ്പോൾ അതിൻ്റെ പൾപ്പ് വാങ്ങി പാലും കുട്ടിയൊക്കെ അടിച്ച് അങ്ങനെ അതൊക്കെ ജ്യൂസൊക്കെ ആക്കി വെച്ച്. ഐസൊന്നും ഇട്ടിട്ടില്ല. വയ്യ കുടിക്കാനാകുമ്പം ഐസൊക്കെ ഇടാന്ന് വെച്ച് എല്ലാം ഓരോന്നോരോന്ന് റെഡിയാക്കി. അപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടേ വരുന്നു. ജ്യൂസൊക്കെ റെഡിയായി. ബത്തക്കയിൽ പാലൊക്കെ കൂട്ടി വെച്ചു. അപ്പോൾ അപ്പങ്ങൾ കുറേ ഇനി എത്താനുണ്ട് അത്രേ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ടൊക്കെ മുറിച്ച് വെക്കാൻ തുടങ്ങി. ഐസൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി. ബാങ്ക് വരാനായല്ലോ. അപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് ഓരോ റെഡിയാക്കി. അപ്പം നോമ്പ് തുറക്കാൻ വെള്ളം വേണമല്ലോ. അപ്പോൾ ചെറിയ കിടാക്കൾ പറഞ്ഞ് ഞങ്ങൾ വെള്ളം എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ ചെറിയ കിടാവ് രണ്ടും വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പരിപാടി എന്ന്. അപ്പം പറഞ്ഞ് നോമ്പ് മുറിയാന്നാണ്. രണ്ടാൾക്കും ഭയങ്കര നാണായി വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ മുറ്റത്ത് ടേബിളും കസാലൊക്കെ റെഡിയാക്കി. ജ്യൂസിലൊക്കെ ഇളനീർ ജ്യൂസും ബത്തക്ക ജ്യൂസ്, നാരങ്ങ ജ്യൂസും ഒക്കെ ഐസൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഫ്രൂട്ട് കുറച്ചും കൂടെ മുറിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പമൊക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവരും അപ്പങ്ങളൊക്കെ കൊണ്ടുവന്ന്, ചിക്കനപ്പം, മുട്ടയപ്പം, നെഗസ്റ്റ്, അങ്ങനെ ഫ്രൂട്ടും റെഡിയായി. എല്ലാവരും പിന്നെ ബാങ്ക് വരേണ്ട ടൈമായല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. കരിയപ്പം, സമൂസ, ഒരുപാട് അപ്പങ്ങളായി. കായ്ക്കുംസലും ചുട്ടപ്പാടെ വന്നതേ ഉള്ളൂ. കായ്ക്കുംസ്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അങ്ങനെ ഒരുപാട് അപ്പം. പേര് പറയാൻ നിന്നാൽ അതിനേ ടൈം ഉണ്ടാവും. ആ ടൈമിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കാൻ നോക്കി. എല്ലാ ടേബിളും ഈത്തപ്പായം ഫ്രൂട്ട്സൊക്കെ എത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ടേബിളും ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെ ബാങ്ക് കൊടുത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നോമ്പ് മുറിച്ച്.
ഒരുപാട് പേരുണ്ടായി, 10-80 പേരോളം ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അതൊക്കെ കഴിച്ച് എല്ലാവരും അവരവരെ നാട്ടിലേക്ക് പോയി. ബാക്കി ഞാനും എൻ്റെ അനിയന്മാരെ ഭാര്യമാരും മാത്രം അവിടെയായി. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തെ റെഡിയാക്കി വെച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ചെറിയ മക്കൾ പന്തലിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ജുമാഅത്ത് പള്ളി, നല്ല ഉണച്ചൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ നോമ്പ് മുറി സന്തോഷത്തിൽ കഴിഞ്ഞു. അൽഹംദുലില്ലാ.